MS Vlog എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഫോണിലേക്കും ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കും സെൻഡ് ചെയ്യാനായിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ ആപ്പിൻ്റെ പേര് സാപ്പിയ എന്നാണ്. സാപ്പിയ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. സാപ്പിയ മൊബൈലിൽ ഉപയോഗിക്കാം, മൊബൈലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് PC-യിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് ആദ്യം ഡൗൺലോഡ് ചെയ്യാം. ആദ്യം സാപ്പിയ PC-യിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. isapia.com സൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ ഡൗൺലോഡ് കൊടുക്കുക. ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകത എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം സാപ്പിയ ആൻഡ്രോയിഡ്, iOS-ൽ, ആപ്പിളിൻ്റെ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. സാപ്പിയ PC എന്നുള്ള ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിനൊരു കാര്യം പറയട്ടെ. ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ സാധാ PC-യിൽ എല്ലാവരുടെ PC-യിലും വൈഫൈ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെ വൈഫൈ ഇല്ലാത്ത PC-ക്ക് നമുക്ക് വൈഫൈ ഉപയോഗിച്ചിട്ടുള്ള ഡിവൈസ് വെച്ച് നമുക്ക് വൈഫൈ ആക്സസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള PC-കളിലാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഈ വൈഫൈ നമ്മൾ മോഡം നമ്മുടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്, ആ മോഡത്തിന് വൈഫൈ ഉണ്ടെങ്കിൽ ആ വൈഫൈയിൽ നിന്ന് നമ്മൾ ഫോൺ രണ്ടും കണക്റ്റഡ് ആണെങ്കിൽ അറ്റ് എ ടൈം കണക്റ്റഡ്, അതായത് ഫോണും കമ്പ്യൂട്ടറും അറ്റ് എ ടൈം ഒരേ വൈഫൈയിൽ നിന്ന് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് സെൻഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈഫൈ ഉള്ള ലാപ്ടോപ്പിൽ നിന്നാണെങ്കിലും ഹോട്ട്സ്പോട്ടായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഓക്കെ, ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാം. ഓപ്പൺ കൊടുത്തിട്ട് സാധാരണ എല്ലാ ആപ്പും ഇൻസ്റ്റാൾ ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഓപ്പൺ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതിൽ ജോയിൻ ഗ്രൂപ്പ്, ഞാൻ മറ്റൊരു സൈഡിൽ ഫോണിൻ്റെയും കാണിച്ചു തരാം. അപ്പോൾ അതൊന്ന് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അതിനകത്ത് ജോയിൻ ഗ്രൂപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫോണിലെ ആപ്പിൻ്റെ ഇൻ്റർഫേസാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിനകത്തും ജോയിൻ ഗ്രൂപ്പ് കൊടുക്കുക, അതിനകത്തും ജോയിൻ ഗ്രൂപ്പ് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ കൊടുക്കുക. ലൊക്കേഷനൊക്കെ എനേബിൾ ആക്കിയാൽ വേണം കൊടുക്കാനായിട്ട്. കണ്ടോ, ഇപ്പോൾ എൻ്റെ ഫോൺ Redmi Note 8 Pro ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് കൊടുക്കുക. കണക്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഇത് കണക്റ്റ് ആവും. ഈസിയായി പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവും. ഞാനൊരു ഫയൽ സെൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഇനി അതില്ല, നമുക്ക് ലാപ്പിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൈഫൈ ഇല്ല, നമുക്ക് മോഡൊന്നുമില്ല, ജസ്റ്റ് ആ ലാപ്പിൽ ഒരു വൈഫൈ ഉണ്ട്, വൈഫൈയുടെ ഡ്രൈവറും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വൈഫൈ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ഹോട്ട്സ്പോട്ട് കൊടുക്കാം. ക്രിയേറ്റ് ഹോട്ട്സ്പോട്ട് കൊടുത്തിട്ട് ഈ സെയിം പ്രൊസീജിയർ കൊടുക്കുക. അതിൽ സ്കാൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു QR കോഡ് ഉണ്ടോ, ആ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മൊബൈലിലെ ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫയൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ. മൊബൈലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.